welcome welcome the dignitaries and the members of Nation Fest to our the fourth session of Vijara Satram. Actually, Nation Fest is an organization formed with a vision of implementing the central government projects and schemes at the root level. And actually, Vijara Satram is a program conducted by Nation First. In this program, actually, we are discussing every week. We are discussing a particular sector, some programs of that particular sector. We started with the agriculture sector, and the session was handled by the state president of Kisan Morcha and Rubber Board member Sri Jayasurunji. The second week, we were discussing about the Stand Up India and the central government projects for these lady entrepreneurs. Session was handled by the former Women Commission Chairman, this Premila Devi, and last week it was regarding MSME sector, handled by Mr. Mahesh, and the session was inaugurated by Honorable General Secretary, National General Secretary of BJP, and Muralidhar Rauji. And this week we are handling the section, and we are on the session of this education sector. We will be talking about education sector after Corona, and we are actually, in fact, really honored to have Sri Anilji for to inaugurate the session. ACTC chairman, ACTC chairman, and Anurji will be taking the session. So we can start the session with the prayer song. So I will be just sharing a prayer, video song. So just let us start the session with prayer. Okay. ആശ്വാസത്തിൻ ചിട്ടകളെല്ലാം രുതി ജയിക്കാം വൈറസിനെ ജാതികൾ വേണ്ട, മതങ്ങൾ വേണ്ട,
So we will be starting the session with an official welcome address. We have Mr. Prakash Babu as the chairman of this meeting, and Nation Fest chairman Sri NRG is also with us. For official welcome address, I am inviting Sri Arun Sir, the convener of Nation Fest for Kannur district. സ്ഥിരമായിട്ട് പോലെയാണോ അല്ല ഇടക്കിടക്ക് Arun, എനിക്ക് Anupji, ഓക്കെ Arun, നമ്മുടെ 4ാമത്തെ വിചാരസത്രമാണ് ഇവിടെ നമ്മുടെ ഈ ഒരു വെബിനാറിലൂടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം ഈ നാഷണൽ ഫസ്റ്റ് എന്ന കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ കൊറോണയെ അതിജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു. ആ കൊറോണയുടെ കാലഘട്ടത്തിന് ശേഷം ഉണ്ടാവുന്ന വിദ്യാഭ്യാസ രംഗം എങ്ങനെയുണ്ടായിരിക്കണം എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടിയാണ് അത് വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ചത് ഏറ്റവും നമ്മളെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു വ്യക്തിത്വത്തെയാണ് എന്നുള്ളത് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എന്റെ കടമ എന്ന് പറഞ്ഞാൽ ഈ ചടങ്ങിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. കാരണം നമ്മൾ എല്ലാവരും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത്, അതുപോലെ തന്നെ ഈ വിഷയം അവതരിപ്പിക്കുന്ന അനൂപ് ജിക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് ഹാർട്ടി വെൽക്കം സർ, ശ്രീ അനിൽ സഹസുബുദ്രെ സർ, AICP chairman. We are very glad to get such a great personality for inaugurating this webinar. Very hearty welcome for this webinar, sir. Sri Anil Sahasrabudhe sir. ഈ പരിപാടിയിൽ അതുപോലെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ KP പ്രകാശ് ബാബു ആണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം, യുവമോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. അതുപോലെ യുവജന സമരങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു പോരാളിയാണ്. തീർച്ചയായും നമുക്കറിയാം അദ്ദേഹം തന്നെയാണ് ഇതിൽ അധ്യക്ഷത വഹിക്കേണ്ട ഒരു വ്യക്തിത്വം. കാരണം LLBയിലെ റാങ്ക് ഹോൾഡറായ മികച്ച കാഡറ്റ് NCC കാഡറ്റായ അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ അധ്യക്ഷത വഹിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിലെ നമ്മുടെ ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ അനൂപ് ആന്റണി ജോസഫ് ആണ്. യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം നമുക്കറിയാം. അതുപോലെ നാഷണൽ കോർഡിനേറ്റർ ആണ്, ഭാരത് നീതിയുടെ നാഷണൽ കോർഡിനേറ്റർ കൂടിയാണ്. അതുപോലെ മുൻ റിസർച്ചറാണ്, വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മുൻ റിസർച്ചർ കൂടിയായ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ നമ്മുടെ കൂടെ ഉള്ളത് ഈ നാഷണൽ ഫസ്റ്റ് കൂട്ടായ്മയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ N രാധാകൃഷ്ണൻ. അദ്ദേഹം BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വെബിനാർ വേണ്ടുന്ന നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീ രൂപേഷ് R മേനോൻ ആണ്. നമ്മുടെ ഇത് കൂട്ടായ്മയുടെ കോർഡിനേറ്ററാണ്, സംസ്ഥാന കോർഡിനേറ്റർ. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും, മുഴുവൻ വ്യക്തിത്വങ്ങളെയും, കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും ഇന്ന് ഇതിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ മുഴുവൻ ആളുകളെയും ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ വേണ്ടി സാധിക്കില്ല, കാരണം വളരെ വിലപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുകൊണ്ട് ഉപേക്ഷി അധ്യക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് രാധാകൃഷ്ണനോട് സംസാരിക്കുന്നത്? രാധാകൃഷ്ണന്റെ കേൾക്കുന്നില്ല, മൈക്ക് ഓഫ് ആണോ? പ്രകാശ് ഉണ്ട്. പ്രകാശ്, അതുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടിയിട്ട് BJPയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ യുവമോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു അവരുടെ സ്വാഗതം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിന് ആമുഖ ഭാഷണം പറയുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ഫസ്റ്റിന്റെ ചെയർമാൻ അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ KN രാഷ്ട്രീയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം.
ഈ പരിപാടിയുടെ ഈ വിചാരസത്രത്തിന്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, Please fasten your seat belt. ഈ പ്രോഗ്രാമിന്റെ ഈ വിചാരസത്രത്തിന്റെ ഉദ്ഘാടകൻ റെസ്പെക്റ്റഡ് അനിൽ സഹസ്രബുദ്ധേജി, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും യുവമോർച്ച അഖിലേന്ത്യാ സെക്രട്ടറിയുമായ ഈ വിചാരസത്രത്തിന്റെ വിദ്യാഭ്യാസ രംഗം കോവിഡിന് ശേഷം എന്ന വിഷയം അവതരിപ്പിക്കുന്ന ശ്രീമാൻ അനൂപ്, ശ്രീമാൻ അരുൺ മാസ്റ്റർ, ശ്രീമാൻ അതുപോലെ തന്നെ ഈ പരിപാടി നിയന്ത്രിക്കുന്ന ശ്രീമാൻ രൂപേഷ്, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കൊറോണയ്ക്ക് ശേഷം എന്ന വിദ്യാഭ്യാസ വിഷയം വളരെ പ്രസക്തമാണ് കേരളത്തിലെ. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ കൊറോണ കാലയളവിൽ തന്നെ ഈ കൊറോണയെ അതിജീവിക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്ത് വളരെ സുസജ്ജമായ ഒരു സംവിധാനം ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി എല്ലാ സെഗ്മെന്റുകളെ കുറിച്ചും വളരെ ആലോചനയുടെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ വിഷയങ്ങളിലൊക്കെ നമ്മുടെ അനിൽ സഹസ്രബുദ്ധേജിയും അതുപോലെ വിഷയ അവതാരകനായ അനൂപും കടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഏതായാലും നാഷണൽ ഫസ്റ്റുമായി ബന്ധപ്പെട്ട ഈ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ചില സൂചനകൾ മാത്രം നൽകി ഞാൻ എൻ്റെ ഈ ചെറു പ്രസംഗം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നാഷണൽ ഫസ്റ്റ് ഈ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകാൻ പോകുന്ന മാറ്റത്തിൽ പങ്കാളികളാകുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. ഒന്ന് ടെക്നോളജി, ഒന്ന് ട്രെയിനിങ്, മറ്റൊന്ന് ട്രേഡ്, മറ്റൊന്ന് ട്രഡീഷൻ, അതുപോലെ തന്നെ ടൂറിസം. ഈ മേഖലകളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ ഗൗരവത്തോടു കൂടിയാണ് പരാമർശിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നാഷണൽ ഫസ്റ്റ് ഒരു പുതിയ LMS പ്ലാറ്റ്ഫോം ഇന്നിവിടുന്ന് തുറക്കുകയാണ്. LMS പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഓൺലൈൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന പേരിൽ ഒരു പുതിയ പ്ലാറ്റ്ഫോം ആരംഭിക്കുകയാണ്. നമ്മുടെ ഇതിന്റെ കോർഡിനേറ്ററായ ശ്രീമാൻ രൂപേഷ് മേനന്റെ നേതൃത്വത്തിലുള്ള R3 ഇൻഫോ സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനവുമായി ചേർന്നുകൊണ്ട് നമ്മൾ ഓൺലൈനായി എല്ലാ കോഴ്സുകളും നാഷണൽ ഫസ്റ്റിന്റെ എല്ലാ ജില്ലാ തലത്തിലുള്ള സംവിധാനങ്ങളിലും ആരംഭിക്കാൻ വേണ്ടി പോകുകയാണ്. പ്രത്യേകിച്ച് കൃഷി, കല, മറ്റ് സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട വിവിധ കോഴ്സുകൾ, അതുപോലെ തന്നെ കുക്കിംഗ് സംബന്ധിച്ച കോഴ്സുകൾ, തയ്യൽ കോഴ്സുകൾ, എംബ്രോയിഡറി, ഇത് വേണ്ട എല്ലാ സംവിധാനത്തെ സംബന്ധിച്ച് ഓൺലൈനായി നമ്മളൊരു പുതിയ പ്ലാറ്റ്ഫോം തുറക്കുകയാണ്. 2 തരത്തിലാണിത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം പെയ്ഡായിട്ടും നോൺ പെയ്ഡായിട്ടും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ പെയ്ഡായിട്ട് പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നാഷണൽ ഫസ്റ്റുമായി ബന്ധമില്ല, അവതാരകരുടെ അക്കൗണ്ടിലേക്കാണ് അതിന്റെ പണം പോകുക. ഏതാണ്ട് ഇതിൽ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ, അതായത് ട്രെയിനർമാരായ ആളുകൾ, അതുപോലെ തന്നെ ഈ കോഴ്സിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകൾ, അവരെല്ലാം ഓൺലൈനായിട്ട് അവർക്ക് ചേരാൻ കഴിയും. 100% സൗജന്യമായി ഇവർക്ക് ഇതിൽ സംബന്ധിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള കോഴ്സുകളിലൂടെ ഈ കൊറോണയുടെ കാലയളവ് പൂർത്തീകരിക്കുന്നതോടുകൂടി എല്ലാവരും വളരെ സെൽഫ് സഫിഷ്യന്റ് ആവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമ്മൾ ആലോചിക്കുന്നു. തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്തിന്റെ അല്ലെങ്കിൽ ഈ കാലയളവിൽ കൊറോണയ്ക്ക് ശേഷമുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ കൊറോണയുടെ കാലയളവിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം, ട്യൂഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളെ കുറിച്ചും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഈ ഘട്ടത്തിൽ നാഷണൽ ഫസ്റ്റ് വേദിയൊരുക്കുകയാണ്. ആ LMS പ്ലാറ്റ്ഫോം എന്ന സംവിധാനത്തിൽ വരുന്ന ദിവസങ്ങളിൽ അതിന്റെ സംവിധാനങ്ങൾ മുന്നോട്ട് പോകും. ഏതായാലും കേരളം അനുഗ്രഹീതമായ വളരെ എക്കോ ഫ്രണ്ട്ലി ആയ ഒരു സംസ്ഥാനമാണ്. ഇവിടെ വളരെ എഡ്യൂക്കേഷൻ ഹബ്ബുകൾക്ക് സാധ്യതകളുണ്ട്, നല്ല വിമാനത്താവളങ്ങളുണ്ട്, നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷമുണ്ട്. സ്വാഭാവികമായും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾക്ക് ഇവിടെ വന്ന് ചേർന്ന് വിദ്യ അഭ്യസിക്കാനുള്ള സുവർണ അവസരം വന്നു ചേരാൻ വേണ്ടി പോകുന്നു. കൊറോണയ്ക്ക് ശേഷമുള്ള ഭാരതത്തോടൊപ്പം ഈ കൊച്ചു കേരളവും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു. അങ്ങനെ സുന്ദരമായ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി, വളരെ സന്തോഷകരമായ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന് മാതൃകയാകുന്നതിന് വേണ്ടി ഈ കൊറോണയുടെ കാലയളവിലുള്ള അവസരങ്ങളെ അതിജീവിക്കുന്നതോടൊപ്പം, ഈ പ്രശ്നങ്ങളെ മുഴുവൻ അതിജീവിക്കുന്നതോടൊപ്പം ഈ അവസരങ്ങളെ ഉപയോഗിക്കാം. തീർച്ചയായും നമ്മളോടൊപ്പം നമ്മുടെ അനിൽ സഹസ്രബുദ്ധേജിയുണ്ട്,
അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ കടക്കാൻ കഴിയും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ചെറുപ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Nandi Energy. With that part, I would like to invite Sri Anil Ji, the chairman of AICTC, for the inaugural address. We have got a eminent personality for this inauguration. He's actually got a PhD from IISc Bangalore, and he's from College of Engineering Hubli, Indian Institute of Science and Science Bangalore, and he's serving as chairman from I think from 2015 July 17th onwards, and with utmost with its most hello. കേൾക്കുന്നുണ്ട്. Okay. Sorry. I would rather invite him for his valuable words. Actually, we are all waiting eager for his words. I would like to invite Anil Ji for his inaugural address. Sir, please, the floor is handed over to you. Yeah, good afternoon, everyone. Namaskaram. I think we have my friend Anup Rupesh Menon, who is the state convener of Bharat Niti. Anup, who is also national coordinator of Anup Niti, with us. Other Krishnan, guest of honor. There are advocates, Advocate Raj Gopal, Advocate many others. I have seen the list of people who are attending now, participants. And this nation first idea and Vichara Satram for this, you have been doing it for different domains. In agriculture, you have already done it, and now you want to do similar exercise on the education front. I think this is a very important aspect because for the country, for the nation, one of the important things is education. So education leads to all other aspects, whether it is agriculture, whether it is finance, whether it is banking, whether it is in terms of industry. I think everyone requires some basic element of education, which is a constant, irrespective of which domain we think about. And therefore, education is a very important segment which you have taken up under Nation First. When we say Nation First, there are many things come to our mind that from every individual, one who takes education, certainly because of the education, he gets better earning because of being graduate, postgraduate, PhD. So the income of the individual increases, and in turn, he will be supporting his family. So individual and individual's family certainly get benefited. But what is more important is how does it, give value to the surrounding where we live. Maybe it is the village, maybe it is a town or a city where we live. I think how do we contribute to that is important. Beyond that, next comes the state. How do we contribute to the state? And not only state, but the entire nation. And therefore, we talk about India first or nation first, which is our goal of providing education to everyone, creating level playing field, promoting no digital divide, and at the same time, helping each other, we can grow and make India the powerful country, nation first. That is what is the aim of the organization that you are dealing with. But India is the only country, and many of them have vouched for it. A lot of foreign dignitaries who visited India, not now, for thousands of years, as well as our former president, Dr. Abdul Kalam, who happens to be in the border between Tamil Nadu and Kerala. He has also spoken many times that India is the only country, despite being powerful in terms of knowledge, in terms of economy. In fact, you must remember that about 200 years ago, the overall GDP of India was as much as around 28%, along with China, which is also of the same number. And that means more than 50% of the GDP came from only two countries. We were bigger contribution to the GDP of the whole world. But being powerful economically, educationally, we never attacked any other country. We were always thinking about Sarve Janaha Sakhino Bhavantu. That means the whole world is one family and
we will help each other. Vasudhaiva Kutumbakam. These are our traits. And therefore, despite all odds, although several people invaded our country, we never invaded anyone. We only fought as a self-defense. I think that was our trait, and we always believed in that particular ideology. And therefore, when we talk about nation first, although we are talking about nation, in our minds, the entire world, Vasudhara, that is Prithvi, the whole earth, which is treated as mother earth, we say, so will be in our mind. Therefore, whether it is nature, whether it is environment, we will embrace all of them, including not just human beings, but even animals, plants, every one of them. And that is the spirit of education from this country. And we need to reiterate this at this juncture, because when there is this COVID crisis, suddenly this appeared, this is one of the sorts of natural disasters in a way. We don't know whether it is artificial, but even assuming that it is a natural disaster, how we reacted to that. A population of 1.35 billion people and democratic country, it is not an autocratic country, it is not a dictatorship, it is not a communist regime. Despite all that, how country responded to the call in a democratic way, despite all difficulties, we came to help each other. I think that is the spirit of our education. So coming to the education front in the COVID times, because colleges and universities were required to be closed, we had to continue education, because we often say learning is not temporary phase, but it is a lifelong learning. One has to keep on learning till the death. And that is why learning should not stop. So during this COVID-19 lockdown crisis and colleges, universities being closed, we appealed MHRD, AICT, UGC that your learning should continue. How does it continue? Then we said we can have online courses. Already we had Swayam, a platform which is indigenously built, massive online open courses platform, which has more than 2,500 courses, more than 1.5 crore people are using. Not only India, 116 countries are using this platform. So this can become easy tool for continuing the online education. Every college, every university can also have its own language programs in their own language. Both technology ones, non-technology ones can be beamed live, and students can learn by staying at home. And that was the spirit with which we started. But in the process, there were many things which happened. Syllabus was not completely covered, so it was to be completely covered. Students were to be taught that. Many places, examinations were to be held, they were not held, so examinations were to be held. And how do we do it? So many mechanisms of online education, online examinations continued. Many students, especially in engineering and management and architecture and pharmacy institutions, they have a mandatory internship. That means apart from learning in the colleges, students are required to go to an industry and have first-hand practical experience. We call it as internship. And these are normally done in the summer vacation. And summer vacation was about to come in April and May, and the lockdown started in March end. So many of them were losing their internship. So many questions were asked by students, what will happen to our internship, our completion of the program? We have explained to them that internship also can be done online. It is requesting the industry to give some interesting problems which students will read material, understand it, try to solve it, and if they get stuck, industry mentor will come and help them through online mechanism. There can be email exchange, there can be video conferencing talk through Google, through Skype, and then by engaging the student in doing work, a work experience which otherwise is normally done in an industry is also provided to the students. As far as placements are concerned, many companies have started already doing online interviews, and therefore students need not be worried
about what will be their future. There may be certainly delay of 2 months, maybe 3 months in completing the process, in completing the degree, in getting the job, in actually joining the job. These 2, 3, 4 months in a lifespan of 80 plus years. Most of us live for about 75 to 80 years. Some may live 100 years, but at least 75 to 80 years is the normal lifespan of Indians today. The excellence that we have achieved in terms of medical health care, the quality of life has improved our living standards. And therefore, it is quite likely that we are going to have a long journey. And therefore, for a shorter problem, we should not be worried too much and look forward positively towards a long-term positiveness that is likely to be there for India. There are many other positives because I'm speaking to most of the people from Kerala under the banner of this Vichara Satram, and I'm sure that most people from Kerala, they go for doing their job in Middle East because there is not much industry in Kerala except agriculture. So most of the educated people, the highly educated state, people migrate. Some of them may go to USA, Canada, Australia, those who have got PhD qualification, etc. But most people who have done technician level training, diploma, degree, they all land up in mostly various countries in the Middle East. So there was only one-way traffic going out and money was coming in. Now that is going to be slightly shaky, and therefore, how do we really address this issue? So in fact, since we were going there, we have got friendship there. We should invite students from all the Middle East countries to come to India and study here. The reason is our quality of education is good. At the same time, return on the money that is paid as tuition fee, what we call normally as return on investment, is much higher here. If they go to US or some advanced country, they have to pay heavy tuition fee in terms of dollars and euros. Here they can get it in a very affordable cost, and therefore very important to get Study in India program launched in a big way. And then those who have got experience of industry working in the Middle East, when they come back, they can start small scale units. Learning from their experience there, they can set up things which become pipeline for larger industries, whether in Chennai or Bangalore or Hyderabad or Delhi or Mumbai. So that way, you can create jobs. So rather than cribbing about not having a job, you can create jobs. And since most of the advanced countries, including Europe, America, and many of the Western nations suffered a great deal during this COVID-19 crisis, with more people affected, more deaths. Therefore, and also that population in those countries being comparatively older, India with demographic dividend, we must be able to not only support ourselves but also support the entire globe in terms of various services. And therefore, I think the worries that students normally raise in terms of appointment, employment, continuity, I think that should be laid to rest. Now, coming to the completion of the schedule, as I said, there may be a delay of 1 or 2 months. We should not worry too much about those delays. But more significantly and importantly, immediately thereafter, what are we required to do? We require to develop infrastructure wherever it does not exist. That means colleges where there was no Wi-Fi connectivity, was not having a large bandwidth in terms of internet width, we must develop that. Not only that, in our rural areas, remote areas, where fiber connectivity has not reached, government should take up on priority infrastructure development of connecting all villages with internet. We had earlier electricity to all villages, which was achieved by this present government. Several years went on, but at least finally it was declared a year ago that every village in our country is now electrified. But still, electricity has reached the village, but not still all the homes. So how every home will get electricity, either from the grid or by use of sustainable energy like wind energy, solar energy, biogas. I think we need to innovate and get to getting electricity in every home. Like electricity,
The next thing which we should have is internet connectivity in every home. Everyone may not have smartphone, everyone may not have a computer, but over a period of time, in about 7-8 years, every family should be endowed with digital connectivity. Thereby, it is useful not only for education, it is useful for finance, it is useful for banking, it is useful for direct beneficiary transfer money coming to your directly home, whatever benefits of the government are there. And it is also useful for e-governance. If you want to make an application, so you don't have to go to a local PCO or somewhere where you have a facility of internet. So every house should have it. And then most importantly, education. It is education not only of your own college and university, for which also we must advance and have our own classes also available at our home. But more importantly, as I said, all over the world, there is so much of content that is available on the YouTube, on the internet, on various MOOCs platform, in various internet libraries that are there. In our own country, National Digital Library, NDL, is established in IIT Kharagpur, which has more than 3.5 crore, 35 million various types of documents, books, research papers, all available free of cost. As I said in the beginning about Swayam, 2,500 courses, all available free of cost. Only if you want to take examination and certified, then probably there will be a charge levied in the future. So far, first 2 years, that was also free. National Academic Depository. If you lose your certificate today from a college or a university or a school, you have to run from pillar to post to get a duplicate certificate issued. Again, they will ask, clerks will ask you to get NOC, no objection certificate, no dues from your library, from workshop, from clerk, everywhere. And in the process, 1 day leave which you have got, you have come to get that certificate issued, you will run around and finally, if one of them is on leave, your whole efforts are lost. So National Academic Depository, where all your certificates are available in a digitally certified format, and not only you can download it, but if any employer wants to verify your degree by paying a small fee, that employer, whether it is industry or bank or government, can also look at your certificate for its genuinity, for its correctness, and thereby running from here to there for getting a duplicate certificate being issued is also gone. We have NEET, National Educational Alliance for Technology, established, under which many students are allowed to learn on their own pace as per their interests, and this is all governed by artificial intelligence. That means, depending on what is your preparation level today, the questions are asked by the computer, and based on the answers that you give, it understands how much you have learned so far and what is the next course that you have to do, and it will guide you in a personalized manner. All students are not made to learn the same thing. Different students are made to learn different things depending on their interest and their previous preparation. And such tools are available on the portal of AICTE. People should make use of them. And last but not the least, I have been appealing everywhere that maybe our bottom 20% of the people whom Deen Dayal Upadhyay ji, one of the great philosophers, had said about Antyodaya, that is, we must think about the last man on the street. And therefore, if that fellow does not have digital device, certainly he will not have a computer or a laptop. He will also not have possibly a smart mobile phone. Mobile phone may be there, but not the smart mobile phone. And for getting education content, you require two things. One is a device, which may be even a smartphone, and the second one is internet connectivity or data plan. And if the companies give for poorer people free of cost, or government gives DBT and then empowers them in terms of having digital connectivity, and all the people who are well off, in whose houses I'm sure there are 5 to 6 old mobile phones,
smartphones lying idle, because whenever there is a change in the model, many people keep buying new ones. The old one is still functional, but it will remain idle. If you throw it, it will become electronic waste and create an environmental hazard. On the other hand, if that is in a good condition, give it as it is. If it is not in good condition, repair it at a cost of about 1,000 and give it to one poor child. I think the entire country will become digitally connected. I think that is the way forward after this post-COVID situation is done. And I think there are internship opportunities which are available both in field by Ministry of Housing and Urban Affairs. There are so many local bodies, right from panchayat to corporations to smart cities. There are innumerable opportunities for students to do internship. Then similarly, Ministry of Road Transport, Ministry of Small and Medium Scale Industries, Ministry of Skill Development, all of them are coming forward to provide internship. Madam Nirmala Sitharaman in the budget speech this year, Finance Minister had announced that there will be internships provided to all people and they will be covered even under CSR. So many companies, private companies, who are not able to spend their 2% of the money on the CSR can also give stipend to students and give training. That way we will become a highly employed nation, employable nation, creating employability nation, and show the world how, despite large population, with limited resources, we can succeed. I think I will end it here, and I'm sure there are many people who are interested in various types of activities, and discussion can continue on various fronts. And I had another meeting also scheduled a little later, so I had requested that please give me only first 15 minutes, but I have been here till 45 minutes, so I think you should excuse me when I leave, but I will be here for next 5-10 minutes. And based on what I have said, if someone has some questions, I'm willing to answer them and then take your leave and go to the other meeting. Namaskar. Thank you, Anilji, for that wonderful words. And actually, it was very informative also. So, if anybody has any particular questions, 1 or 2 questions if anybody has to ask, can ask. Anilji said, can raise your hands and can ask to Anilji. Otherwise, we will go with the session because Anilji has to leave in another 10 minutes. Very crisp questions you can ask. Okay. Okay, Mr. Ajay Shekhar has got some doubt. You can ask it in very small words. Okay. Ajay Shekhar ji. Namaskaram, sir. Namaskaram. Sir, just wanted to ask you, why not we start some small courses through the medium of TV for villagers, so who may involve in agriculture, animal, so we can boost our village economy also. Yeah, you have raised a very pertinent issue. You already discussed agriculture, so I had left it out. But I think for your information, it is not only Swayam platform that is created by MHRD, but there are 32 direct-to-home channels. There are 32 channels which are operational, right from school education to the higher education. And the last channel, which was free, the 33rd channel, is just recently allotted to AICTE. Our former Prasar Bharati CEO, and the present one, and many others together, we are coming up with what is known as Innovation Channel, a channel exclusively meant for innovation. And this innovation is essentially for making the life of people more easy, comfortable, provide them support in terms of what agricultural crop they have to grow, what kind of challenges they are facing based on rainfall, no rainfall, how water resources can be managed, how their economy can be developed. And not only growing of the crops, whether it is the various rice and wheat and all that, but also fruits and many other herbal products, whereby there is a lot of possible value addition, and how these can be increasingly be
converted into other useful products, because most of the processing otherwise normally takes place in the cities. So how at gram panchayat level, every village level, whatever they are able to do at that level, and they will create that, not only grow it but also completely transform that into useful further additional product, and that can be further processed to be sent to the cities for marketing, thereby their income will start increasing. I think that is the most important thing that we have to do. Prime Minister has talked about Nirbhar Bharat, so Swayam Nirbharata, then Swavalamban. This is what is being talked about in the post-COVID era, and that road goes through the villages. Because if only cities are developed, more and more jobs will create only in the cities, and therefore people will migrate from villages to the cities, and cities will become dirty because of slums being created, because their income will be very small, so they cannot afford a flat to be rented out or buy a house, so naturally they will create slums. So the idea is, how do we return to our roots? That means, in fact, rather than village people going to cities, how city people will go to villages, because the purity of air that most of the cities enjoyed in the last 2 months, especially Delhi, Mumbai, because there was no transport, so the air was very pure. And they have got a taste of how pure air is available in the villages. So I think, therefore, development with natural resources, without degrading the environment, how do we do? And that is what we need to give. And there are as much as 32 DTH channels available. 33rd is going to be operational. I'm aware of a DD Kisan Kendra also. You know, there is one DD channel for Kisan, means the agriculturists. So there are many opportunities. People are not aware of many of these things. What Yeah, people yeah, yeah. do is, they will only see cinema, they will see at most sometimes news or interesting those serials, but there is a lot of education content being given through several hundred of channels. I think we have to educate people to make use of that. Yes. Thank you so much, sir. Thank you, sir. Okay, so we had left out with our chairman's address. So the chairman of today's meeting, so Advocate Prakash Babu, is here. I request him to deliver the address. Prakash, mic is mute. Okay. Okay, now you can do. Okay. Hello? Okay, it's audible now. It's audible. Hello? It's audible. It's audible. Hello? Hello? Prakash, you are audible. Hello? Hello. Hello. Hello? പറഞ്ഞോളൂ കേൾക്കാം 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 Hello? I think he is not able to listen. We are listening to him. You type in. Actually, the best way is always chat. പ്രകാശിയുടെ വോയിസിനെന്തോ കേൾക്കാൻ പറ്റില്ലല്ലോ. പ്രകാശ് പറഞ്ഞോളൂ. രൂപേഷ് പറഞ്ഞോളൂ പറഞ്ഞോളൂ പ്രകാശ്, കേൾക്കാം. ഇന്ററപ്റ്റിംഗ് ആണ്. രൂപേഷ് പറഞ്ഞോ കേൾക്കാം, സംസാരിച്ചോ. Someone can telephone him on his mobile, because if he is not able to hear, he will never understand that we are able to hear. So best way is to call him on telephone and say that we are able to hear I was you. calling him. Actually, I was calling him, but he is not attending it. He should see. If he sees that we are calling him. പ്രകാശ്, ഞങ്ങൾക്ക് കേൾക്കാം. പ്രകാശ് പറഞ്ഞോളൂ, ഞങ്ങൾക്ക് കേൾക്കാം.
പക്ഷെ നമ്മൾ പരിപാടിയായിട്ട് മുമ്പോട്ട് പോയാലോ? I think some technical issues is there. So anyway, we will listen to his words after this session by Anup ji. I would like to invite Anup ji for his session. The floor is handed over to Anup ji. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയുടെ ഘാടകൻ Honorable AICT Chairman has inaugurated this webinar. We are grateful the people of Kerala and all the activists, nationalist activists, and especially the Karyakartas of Bharatiya Shikshan Mandal and of Kerala and Nation First Kerala. We wish to extend our gratitude to Anil ji for inaugurating this webinar and giving us very valuable and precious words and inputs regarding how it is going to be, education sector is going to be after Corona. ഈ വെബിനാറിലേക്ക് ഈ ഒരു അവസരം എനിക്ക് തന്ന പേശിക്കും രാധാകൃഷ്ണജിക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഓർക്കാപ്പുറത്ത് നമുക്ക് നേരിടേണ്ടി വന്ന ഒരു വിപത്താണ് COVID-19. സമൂഹത്തിൽ ആകമാനം ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കാൻ, ഒരു ചലനം ഉണ്ടാക്കാൻ COVID-19 സാധിച്ചു. ഒരു വലിയ രീതിയിലുള്ള ഡിസ്റപ്ഷനാണ് ലോകം ഒട്ടാകെ, എക്കണോമി ആയിക്കൊള്ളട്ടെ, എംപ്ലോയ്മെന്റ് ആയിക്കൊള്ളട്ടെ, എല്ലാ സെക്ടറിലും ഒരു വലിയ രീതിയിലുള്ള ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കാൻ COVID-19 കഴിഞ്ഞു. നമ്മൾ തന്നെ നമ്മുടെ വീടുകളിൽ സ്വയം ഒരു ലക്ഷ്മണരേഖ വരച്ച് അതിനുള്ളിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് ഈ COVID-19 സംജാതമായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിസ്റപ്ഷന്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയെ നേരിടുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി, ആദരണീയനായ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമാണ് വീണ്ടും എനിക്കിവിടെ ആവർത്തിക്കാനുള്ളത്. അതായത് നമ്മൾ ഒരു ചലഞ്ചിനെ ഫേസ് ചെയ്യുമ്പോൾ വി ഷുഡ് ട്രൈ ടു കൺവേർട്ട് ഇറ്റ് ഇൻ ആൻ ഓപ്പർച്യൂണിറ്റി. അതായത് നമ്മളൊരു വലിയ വെല്ലുവിളി നേരിടുമ്പോൾ എങ്ങനെ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അവസരമായിട്ട് ഇത് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള വെബിനാറുകൾ കൊണ്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഭാരതത്തിന്റെ പല മേഖലകളിലും ഈ ഡിസ്റപ്ഷൻ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ തന്നെ ഭാരതത്തിന്റെ എഡ്യൂക്കേഷൻ സെക്ടറിനെയും ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കുട്ടികൾ ആരും സ്കൂളിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥയിലല്ല. നമ്മുടെ എക്സാമുകൾ പലതും പോസ്റ്റ്പോൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന സാഹചര്യത്തെ കുറിച്ച് ഒരു വലിയ അൺസർട്ടനിറ്റി ഉണ്ട്. എക്സാമുകൾ എങ്ങനെയാവും, വരാൻ പോകുന്ന കാലഘട്ടത്തിലെ കോഴ്സുകൾ എങ്ങനെയാവും, സോഷ്യൽ ഡിസ്റ്റൻസിങ് പുലർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള വലിയൊരു അൺസർട്ടനിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, നമ്മൾ ഭാരതത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ എപ്പോഴും അവലോകനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എല്ലാം പ്രസക്തമാകുന്ന 3 ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ആക്സസ്, അതായത് ലഭ്യത, ആക്സസ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷന്റെ ലഭ്യത. 2, ഇക്വിറ്റി, അതായത് തുല്യത, തുല്യമായിട്ടാണോ ഈ എഡ്യൂക്കേഷൻ കിട്ടുന്നത്. അതായത് ഇപ്പോൾ പാവപ്പെട്ടവനായിക്കൊള്ളട്ടെ, പണക്കാരനായിക്കൊള്ളട്ടെ, ആദിവാസി ആയിക്കൊള്ളട്ടെ, ഏത് സമുദായത്തിലുള്ള ആളുമായിക്കൊള്ളട്ടെ, അവർക്ക് ആക്സസ് ഉണ്ടോ എന്നുള്ള ആദ്യ ഘടകവും. രണ്ടാമത്തത് തുല്യമായ എഡ്യൂക്കേഷൻ ആണോ, ഒരേപോലത്തെ എഡ്യൂക്കേഷൻ ആണോ പാവപ്പെട്ടവനും പണക്കാരനായാലും അവർക്കെല്ലാം കിട്ടുന്നത് എന്നുള്ള രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തത് അതിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം. അങ്ങനെ ഈ 3 ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഭാരതത്തിന്റെ ഇതുവരെയുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവലോകനം ചെയ്തിട്ടുള്ളത്. നമുക്ക് തന്നെ അറിയാം, ഭാരതത്തിന്റെ എഡ്യൂക്കേഷൻ, നമുക്കൊരു ഇത്രയും വലിയൊരു രാഷ്ട്രമാണ്, ഇത്രയും വലിയൊരു പോപ്പുലേഷൻ ഇന്ന് ഭാരതത്തിൽ. അപ്പോൾ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു വിപുലമായ ഒരു വലിയ രീതിയിലുള്ളതാണ്. ഏകദേശം 15 ലക്ഷം സ്കൂളുകൾ ഇന്ന് ഭാരതത്തിലുണ്ട്. 25 കോടിയിൽ പരം വിദ്യാർത്ഥികൾ ഓരോ വർഷവും പഠിച്ചിറങ്ങും. 94 ലക്ഷം സ്കൂൾ വിദ്യാഭ്യാസത്തിലുള്ള ടീച്ചർമാരുണ്ട്. അതായത് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന 94 ലക്ഷത്തോളം ടീച്ചർമാരുണ്ട്. 50,000-ൽ പരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇത്രയും വലിയൊരു ബൃഹത്തായ ഒരു എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു രാജ്യത്തും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ആ ഗുണനിലവാരവും തുല്യതയുള്ള ആ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഇതുവരെയും നമ്മൾ കാലാകാലങ്ങളായി ചർച്ച ചെയ്ത് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോഴാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനൊരു കൊറോണ പോലത്തെ ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വെല്ലുവിളി ഇരട്ടിയാവുകയാണ്. ആദ്യത്തെ വെല്ലുവിളി
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഗുണനിലവാരമുള്ള എഡ്യൂക്കേഷൻ എല്ലാവർക്കും തുല്യതയോടെ കിട്ടുന്നുണ്ടോ, എല്ലായിടത്തും ആക്സസിബിൾ ആണോ എന്നുള്ള ആദ്യത്തെ വെല്ലുവിളി. എന്റെ ജീവിതത്തിൽ ഞാൻ പല സംസ്ഥാനങ്ങളിലും, ഇപ്പൊ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറയുന്നതാണ്. കേരളത്തിന് പുറത്തുള്ള മറ്റു പല സംസ്ഥാനങ്ങൾ, ഇപ്പൊ ഉത്തർപ്രദേശ് ആയിക്കൊള്ളട്ടെ, ബീഹാർ ആയിക്കോട്ടെ, നമ്മുടെ ആദിവാസി മേഖലകളായിക്കോട്ടെ, അങ്ങനെയുള്ള പല മേഖലകളിൽ ഈ ആക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലഭ്യത അത്ര നമ്മൾ കരുതുന്ന പോലെ അത്ര നല്ല രീതിയിലുള്ള ആക്സസ്, എഡ്യൂക്കേഷന്റെ ആക്സസ് പല കുട്ടികൾക്കും ലഭിക്കാറില്ല. എന്ന് പറഞ്ഞതുപോലെ തുല്യതയും, എഡ്യൂക്കേഷൻ നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷന്റെ ലഭ്യതയും തുല്യതയും പലപ്പോഴും നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കാറില്ല. എന്റെ ഒരു അനുഭവം തന്നെ പറയാം. ഞാൻ ഒരിക്കൽ ഈ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ അജിത് ദോവാൽജിയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നക്സൽ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസത്തെ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഛത്തീസ്ഗഡിലെ ഈ ബസ്തർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. ഈ ബസ്തർ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ നക്സലൈറ്റുകളുടെ പ്രഭവ കേന്ദ്രം പോലെ ഒരു സ്ഥലമാണ്. ഈ CPI മാവോയിസ്റ്റിന്റെ എല്ലാ മുതിർന്ന നേതാക്കന്മാരും ഒളിച്ചിരിക്കുന്ന കാടുകളാണ് ഈ ബസ്തറിലുള്ളത്, അബൂജ്മാട് പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പം ആ സ്ഥലത്തേക്ക് ഞാൻ പോയി. അപ്പൊ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചത് പ്രകാരം അവിടുത്തെ ജില്ലാ കളക്ടർ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു. അപ്പോൾ ജില്ലാ കളക്ടർ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്റെ മൊത്തം ഒരു മാസത്തെ പ്രക്രിയയിൽ എന്നെ സഹായിക്കാൻ വേണ്ടി കൂടെ വിട്ടത് ഒരു വ്യക്തിയാണ്. ആദ്യമായി അദ്ദേഹം എന്തായിരുന്നു അല്ലെങ്കിൽ എന്ത് പ്രൊഫഷൻ വന്ന ആളായിരുന്നു എനിക്ക് അറിയത്തില്ല. പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം അവിടുത്തെ ഒരു സ്കൂളിലെ, അതായത് ഗവൺമെന്റിന്റെ സ്കൂളിലെ ഒരു മുതിർന്ന അധ്യാപകനായിരുന്നു. അപ്പൊ ഞാൻ വലിയ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം അദ്ദേഹം എന്റെ കൂടെ നടക്കുകയാണ്, 2 ആഴ്ചയായിട്ട് എന്റെ കൂടെ തന്നെയാണ്, പലയിടത്തും എന്നെ കൊണ്ടുപോയി കാണിക്കുന്നു, പല കാര്യങ്ങൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പൊ സ്കൂളിൽ പോയി പഠിപ്പിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് വളരെ ഭീകരമായ ഒരു അവസ്ഥ മനസ്സിലായത്. അതായത് അവർ അവിടുത്തെ, അതായത് ബിജാപ്പൂർ എന്ന് പറയുന്ന ഒരു ജില്ലയിലെ, ആ ജില്ലയിൽ ഏകദേശം 4-5 സ്കൂളേ ഉള്ളൂ. ആ മൊത്തം ജില്ലയിൽ 4-5 സ്കൂളേ ഉള്ളൂ. അതിൽ ഒരു സ്കൂളിന്റെ ഒരു മുതിർന്ന അധ്യാപകൻ, ആ സ്കൂളിൽ ആകമാനം 3-4 ടീച്ചേഴ്സേ ഉള്ളൂ. അതിൽ അധ്യാപകന് പഠിപ്പിക്കാൻ അതായത് അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ വിദ്യാർത്ഥികളില്ല ആ സ്കൂളിൽ. കാരണം ആദിവാസികളുടെ കുട്ടികളെ അയക്കുന്നില്ല, കുട്ടികൾ അങ്ങോട്ട് എത്താറില്ല, അല്ലെങ്കിൽ കുട്ടികളേക്ക് ഈ വിദ്യാഭ്യാസം എത്തിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള വളരെ ഭീകരമായ ഒരു അവസ്ഥ ഞാൻ അന്ന് അവിടെ കണ്ടതാണ്. അങ്ങനെയുള്ള പല നിരവധി സ്ഥലങ്ങളും നമുക്ക് ഇന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2 വെല്ലുവിളികളാണ്. ഒന്ന്, ഈ തുല്യതയുള്ള ഗുണനിലവാരമുള്ള എഡ്യൂക്കേഷൻ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ള വെല്ലുവിളി. 2, ഈ കൊറോണ കാലത്ത്, അതായത് കൊറോണയ്ക്ക് ശേഷം പഴയ പോലുള്ള വിദ്യാഭ്യാസം തുടരുമോ എന്നുള്ള രണ്ടാമത്തെ വെല്ലുവിളി. ഇതിനെ രണ്ടിനെയും എങ്ങനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് അനിൽജി തന്നെ ഇവിടെ പല കാര്യങ്ങളും സംസാരിച്ചു. ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയാൻ ഇരുന്ന പല കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിൽ എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിന് 3 ഘടകങ്ങൾ മുഖ്യമായിട്ടും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ആദ്യത്തേത് കണ്ടന്റ്, അതായത് എന്താണ് കുട്ടികൾ പഠിക്കുന്നത്, കണ്ടന്റ്. രണ്ടാമത്തേത് പെഡഗോജി, അതായത് മെത്തഡോളജി, എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്, എങ്ങനെയാണ് ആ വിദ്യാഭ്യാസം കുട്ടികളിലേക്ക് എത്തുന്നത്. പണ്ടത്തെ കാലഘട്ടത്തിൽ അറിയാം, നമുക്ക് ഗുരുകുല സമ്പ്രദായങ്ങളായിരുന്നു. ഇന്ന് സ്കൂളിൽ ടീച്ചർമാർ പുസ്തകത്തിലുള്ള അറിവ് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു മെക്കാനിസം, ഒരു പെഡഗോജിയാണ് നമുക്കുള്ളത്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഔട്ട്കം ഓഫ് ദ ലേണിംഗ്, എന്താണ് കുട്ടികൾ നേടുന്നത്, ആ ഔട്ട്കം എന്താണ്. ഞാൻ ഈ കണ്ടന്റിലേക്ക് അധികം കടക്കുന്നില്ല. ഞാൻ ആ പെഡഗോജി, അതായത് മെത്തഡോളജിയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ നിലവിലുണ്ടായിരുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തഡോളജികളായിരുന്നു. പക്ഷെ കൊറോണ കാരണം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ പല മാനദണ്ഡങ്ങളും ഉള്ളത് കൊണ്ട് ഈ പെഡഗോജി ഇതുപോലെ തുടരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പല സംശയങ്ങളുമുണ്ട്. നമുക്കറിയാം, കൊറോണ കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മൾക്ക് തന്നെ അറിയാം, ഇതുപോലുള്ള മീറ്റിങ്ങുകൾ ഇത് കൊറോണയ്ക്ക് മുമ്പുണ്ടായിരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ നമുക്കൊരു ഹോളിൽ എല്ലാവരും കൂടെ ഒത്തുചേർന്നായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ മൊബൈൽ കൂടിയും കമ്പ്യൂട്ടർ കൂടിയാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ പല മാറ്റങ്ങളും ഈ ടെക്നോളജി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു പുതിയ ഒരു പ്രക്രിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനികൾ അധികവും ഇപ്പോൾ ആളുകളെ വീട്ടിലിരുത്തിക്കൊണ്ട് എങ്ങനെ ഇന്റർനെറ്റ് വഴി ആളുകളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് പോകും. എന്തിന് ഇപ്പോൾ ടെലിമെഡിസിൻ വരെ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട്, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ടെലിമെഡിസിൻ ആളുകളിലേക്ക് ട്രീറ്റ്മെന്റ് എത്തിക്കാം എന്നുള്ള രീതിയിൽ പോലും ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി കണ്ടമാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നു വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടം. അപ്പോൾ ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിലും ഈ ടെക്നോളജി വളരെയധികം ഉപയോഗത്തിൽ വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. അനിൽജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെക്നോളജി, ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഘടകമുണ്ട്. നമുക്കറിയാം, 1980കളിലെ ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ആരോ ചോദ്യം ചോദിച്ചു, അതായത് ടിവികൾ എങ്ങനെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്. ടെലിവിഷൻ നമുക്കറിയാം, 1984
EMRC എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് നമുക്കറിയാം അന്ന് തുടങ്ങിയതാണ്. അതുവഴി ദൂരദർശനുമായിട്ട് ചേർന്നുകൊണ്ട് MHRD നിരവധി ചാനലുകളിൽ കൂടി വിദ്യാഭ്യാസം എത്തിക്കാനുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ കോഴ്സുകൾ എത്തിക്കാനുള്ള ശ്രമം നടത്തി 80കൾ മുതൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനുശേഷം 2004 നമ്മൾ ഇതിനുവേണ്ടി തന്നെ ഒരു സാറ്റലൈറ്റ് തന്നെ വിക്ഷേപിച്ചു. എഡ്യൂസാറ്റ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് തന്നെ നമുക്ക് ഇതിനുവേണ്ടി വിക്ഷേപിക്കാനായി. അപ്പോൾ ഈ എഡ്യൂസാറ്റ് എന്ന് പറയുന്ന ഈ സാറ്റലൈറ്റ് വഴി നമ്മൾ പല റിമോട്ട് ഏരിയകളിലും വിദ്യാഭ്യാസം എത്തിക്കാനുള്ള പല പ്രക്രിയകളും ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് യൂണിവേഴ്സിറ്റികളുമായി ഒത്തുചേർന്നുകൊണ്ട് നടത്തുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ഇന്റർനെറ്റിന്റെ കാലമാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഇന്റർനെറ്റിന്റെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയപ്പോൾ അനിൽ സഹസ്രബുദ്ധേജി തന്നെ പറഞ്ഞതുപോലെ ഗവൺമെന്റ് സ്വയം എന്ന് പറയുന്ന ഒരു വലിയൊരു സ്കീം നടപ്പിലാക്കി, ഒരു വലിയൊരു പ്രോസസ് നടപ്പിലാക്കി. സ്വയം എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇന്റർനെറ്റ് വഴി കുട്ടികളെ എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കാം എന്നുള്ള പ്രക്രിയ നടക്കുന്നു. പ്രൈവറ്റ് കമ്പനികൾ പോലും ഇപ്പോൾ വലിയൊരു മാർക്കറ്റാണ് ഈ ഇന്റർനെറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എഡ്യൂടെക് കമ്പനികൾ എന്ന് തന്നെയാണ് ഈ കമ്പനികളെ വിളിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബൈജൂസ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനികളിൽ ഒന്നാണ് ഈ ബൈജൂസ്. 37,000 കോടിയുടെ വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനിയാണ്, എഡ്യൂടെക് കമ്പനിയാണ് ഇന്ന് ബൈജൂസ്. ഇന്ത്യയിൽ തന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ 15,000 കോടി രൂപയുടെ ബിസിനസ് ആണ് ഈ എഡ്യൂടെക് കമ്പനികൾ പലതും ചെയ്യുന്നത്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലുള്ള ആളുകൾ കൂടിയും ഇപ്പോൾ ജിയോ ഇതുപോലൊരു പ്ലാറ്റ്ഫോമായിട്ട് വരാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നു. ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പ്രൈവറ്റ് കമ്പനികൾ പോലും വലിയ തോതിൽ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷനിലേക്ക് എൻ്റർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ നമുക്കറിയാം ഈ ടിവിയിൽ കൂടി ആയാലും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കൂടി ആയാലും ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്നും നമുക്ക് ഒരു സെക്കൻഡറി മീഡിയമാണ്. അതായത് ഒരു മുഖ്യധാര പ്രോസസ് അല്ല. അതായത് നമ്മുടെ മുഖ്യധാര പ്രോസസ് ഇന്നും സ്കൂളുകളിൽ പോയി കുട്ടികൾ പഠിക്കുന്നു, കോളേജുകളിൽ പോയി കുട്ടികൾ പഠിക്കുന്നു, അല്ലെങ്കിൽ കോച്ചിങ് സെന്ററിൽ പോയി കുട്ടികൾ പഠിക്കുന്നു. അതിനെ സഹായിക്കാനായിട്ടുള്ള ഒരു സെക്കൻഡറി മാധ്യമം മാത്രമാണ് ഇന്നും ടെക്നോളജി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കൊറോണ കാലഘട്ടത്തിൽ MHRDയും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആലോചിക്കേണ്ട മുഖ്യമായ കാര്യം ഈ ടെക്നോളജി നമ്മൾ എങ്ങനെ മുഖ്യധാരയാക്കും, അതായത് പ്രൈമറി ഫോം ഓഫ് എഡ്യൂക്കേഷൻ ആക്കി എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് പല രാജ്യങ്ങളും പല സർക്കാരുകളും പല കമ്പനികളും പോലും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം കുറെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഈ PayTM ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ പേയ്മെന്റിന്റെ നമ്മൾ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു കൾച്ചർ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പല രാജ്യങ്ങളിലും ശ്രമങ്ങളും ഉണ്ടായി, ഭാരതത്തിലും ഉണ്ടായി. അന്ന് നമ്മൾ അതിനെ ചെറുക്കാനാണ് ആദ്യ കാലഘട്ടത്തിൽ ശ്രമിച്ചത്. പക്ഷെ പിന്നീട് നമുക്കറിയാം നമ്മൾ ഇന്ന് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇന്ന് ചിലപ്പോൾ വളരെ അത്ഭുതവും ആശ്ചര്യം തോന്നാം എങ്ങനെ ഈ ഇന്റർനെറ്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ നമ്മുടെ മുഖ്യധാര എഡ്യൂക്കേഷൻ ആയി മാറും. സ്കൂളിൽ പോയി പഠിക്കേണ്ടേ അല്ലെങ്കിൽ കോളേജിൽ പോയി പഠിക്കേണ്ടേ, നമുക്ക് ഇന്ന് അത്ഭുതം തോന്നുന്ന ആശ്ചര്യം തോന്നും. ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞ് നമ്മൾ തന്നെ തിരിച്ചറിയും, ഓ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയല്ലോ, ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ഒരു പ്രൈമറി മോഡ് ഓഫ് എഡ്യൂക്കേഷനായി മാറിയല്ലോ എന്ന് അന്നും നമുക്ക് ഇന്ന് അതിന്റെ ഒരു തുടക്കം മാത്രമായിരിക്കും ചിലപ്പോൾ ഈ കൊറോണ എന്ന് പറയുന്ന വെല്ലുവിളി നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഞാൻ അതിൽ ചില പോയിന്റ്സ് കിടക്കുന്നതിന് മുമ്പായിട്ട് കേന്ദ്ര ഗവൺമെന്റ്, അതായത് ഇതൊരു പ്ലാറ്റ്ഫോം ആണ്, നമുക്കറിയാം നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഉല്ലേഖനം നടത്തിയിട്ട് ഞാൻ അതിലേക്ക് കടക്കാം. നമുക്കറിയാം ഇപ്പോൾ IICTയുടെ ചെയർമാൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ MHRDയുടെ കീഴിൽ നിരവധി ബോഡികൾ ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നു. UGC, ACT, NCERT, CBSE. അതുകൂടാതെ കേന്ദ്രത്തിന്റെ കീഴിൽ CEC, അതായത് കൺസോർഷ്യം ഓഫ് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമായിട്ടൊരു ബോഡി MHRDയുടെ കീഴിൽ വർക്ക് ചെയ്തു, CEC എന്ന് പറയുന്ന പേരിൽ. അതുകൂടാതെ എങ്ങനെ ഈ കണ്ടന്റ് അല്ലെങ്കിൽ റിസോഴ്സ് മെറ്റീരിയൽ അല്ലെങ്കിൽ പുസ്തകങ്ങൾ കൂടുതൽ ഡിജിറ്റൽ ഫോമിൽ ആളുകൾ എത്തിക്കാം എന്നുള്ളതിന് വേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു. അതിന്റെ പേരാണ് ഇൻഫ്ലിബിറ്റ് നെറ്റ്, അതായത് ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ MHRDയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമേ UGC ഈ അവസരത്തിൽ, അതായത് കോവിഡ് കാലഘട്ടത്തിൽ UGC എന്തൊക്കെയാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ച് ആദ്യമേ ഞാൻ ഇവിടെ ചെറിയ രീതിയിൽ പ്രതിപാദിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ കോളേജ് എഡ്യൂക്കേഷനെ നിയന്ത്രിക്കുന്ന ഒരു മെക്കാനിസമാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു മെക്കാനിസമാണ് UGC, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കോവിഡിന് ശേഷം കഴിഞ്ഞ മാസം UGC 2 കമ്മിറ്റികളാണ് ഫോം ചെയ്തത്. ആദ്യത്തെ കമ്മിറ്റി നമുക്കറിയാം വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ എക്സാമുകൾ പലതും പോസ്റ്റ്പോൺ ചെയ്തു, കോളേജ് എക്സാമുകൾ പലതും പോസ്റ്റ്പോൺ ചെയ്തു. അതിനെ എങ്ങനെ നമ്മൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ പ്ലാൻ ചെയ്യണം എന്നുള്ളതിന് വേണ്ടി സംബന്ധിച്ചാണ് ഒരു കമ്മിറ്റി. രണ്ടാമത്തെ കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. അതായത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഓൺലൈൻ എഡ്യൂക്കേഷനെ എങ്ങനെ പ്രൈമറി ഫോം ഓഫ് എഡ്യൂക്കേഷൻ ആക്കാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരു കമ്മിറ്റിയും കൂടി UGC ഈ അടുത്തിടയ്ക്ക് ഫോം ചെയ്തു.
അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റികളോട് പലരോടും UGC ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ബ്ലെൻഡഡ് ഫോം ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ഓൺലൈനും ഓഫ്ലൈനും കൂടെ ചേർന്നുകൊണ്ട് ഒരു ബ്ലെൻഡ് ചെയ്ത ഒരു ഫോം ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് തയ്യാറാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ UGC ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ യൂണിവേഴ്സിറ്റികളോട് ആരാഞ്ഞിട്ടുള്ളത്. അതായത് UGC പറഞ്ഞിട്ടുള്ളത് ഒരു 60% ഓഫ്ലൈനും 40% വരെയും ഓൺലൈനായിട്ടും എങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കാം എന്നുള്ള പ്രോസസ് നമ്മൾ ഡിറൈവ് ചെയ്യണം എന്നാണ് UGC ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UGC മറ്റു ചില സ്റ്റെപ്പുകൾ എടുക്കാൻ സാധ്യതയുള്ളത് UGCയിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞത്, ഒന്ന് കൂടുതൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ UGC സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ട്, കൂടുതൽ യൂണിവേഴ്സിറ്റികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പെർമിഷനുകൾ UGC മുഖാന്തരം കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ മൂന്നാമത് വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു സാധ്യത, ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി UGC പ്രയത്നം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് UGCയുടെ പല വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കും. UGC കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ CEC, നേരത്തെ പറഞ്ഞു കൺസോഷ്യം ഓഫ് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം, ഇവിടെ തന്നെ പറഞ്ഞു സ്വയം എന്ന് പറയുന്ന ആ പോർട്ടൽ. ഈ സ്വയം എന്ന് പറയുന്ന പോർട്ടൽ കൂടാതെ സ്വയം പ്രഭ എന്ന് പറയുന്ന ചാനൽ നെറ്റ്വർക്കുകൾ, TV ചാനലിന്റെ ഒരു വലിയ നെറ്റ്വർക്ക് ഇന്ന് CEC നടത്തുന്നുണ്ട്. അതിൽ 32 ചാനൽ, അനിൽ സഹസ്രബുദ്ധിജി പറഞ്ഞതുപോലെ 32 ചാനലുകൾ ഇന്ന് ലൈവായിട്ട് ഓപ്പറേറ്റീവ് ആണ്. ഈ 32 ചാനലുകളും ദൂരദർശൻ വഴിയാണ് നമ്മളുടെ അടുത്തേക്ക് എത്തുക. ഇതിൽ ഓരോ ചാനലുകൾക്കും ഓരോ സബ്ജക്റ്റ് ആണ്. ഇപ്പോൾ മാത്തമാറ്റിക്സിന് ഒരു ചാനൽ, സിവിൽ എഞ്ചിനീയറിംഗിന് ഒരു ചാനൽ, MBAക്ക് ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ കോഴ്സസിന് ഒരു ചാനൽ, അങ്ങനെ ഓരോ കോഴ്സസിനും പ്രത്യേകം ചാനലുകളാണ് ഈ സ്വയം പ്രഭ ചാനൽ നെറ്റ്വർക്ക്, അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്ന ഒരു ചാനൽ നെറ്റ്വർക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായാലും പോസ്റ്റ് ഗ്രാജുവേഷൻ എഡ്യൂക്കേഷനിലായിട്ടും അണ്ടർ ഗ്രാജുവേഷന് വേണ്ടിയിട്ടായാലും ഇതിനെല്ലാം വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യൽ ക്ലാസ്സുകളും സ്പെഷ്യൽ കോഴ്സുകളും ഈ ചാനലിൽ കൂടി നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഈ CECയുടെ കീഴിൽ വരുന്ന മറ്റൊന്നാണ് സ്വയം ഓൺലൈൻ പോർട്ടൽ. നേരത്തെ അനിൽ സഹസ്രബുദ്ധിജി തന്നെ പറഞ്ഞതുപോലെ സ്വയം ഓൺലൈൻ പോർട്ടൽ ഏകദേശം 2500ഓളം കോഴ്സുകൾ ഈ സ്വയം ഓൺലൈൻ പോർട്ടലിൽ അവൈലബിൾ ആണ്. ഈ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഓൺലൈൻ കോഴ്സുകൾ നടത്തിയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ MHRDയുടെ സർട്ടിഫിക്കറ്റ് വരെ നമുക്ക് ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ, ഓൺലൈനിൽ തന്നെ ഒരു എക്സാമിൽ നമ്മൾ പങ്കെടുത്ത് അതിൽ പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ജോലി കിട്ടാനും സഹായമാകുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ തന്നെ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കോടി സ്റ്റുഡൻസ് ആണ് ഇതുവരെ സ്വയം പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 ലക്ഷം പേര് എക്സാമുകൾ എഴുതിയതിൽ 6 ലക്ഷം പേര് പാസ്സായി. 6 ലക്ഷത്തോളം ആളുകൾക്ക് സ്വയം പോർട്ടലിൽ കൂടി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റുകൾ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇൻഫ്ലിബിറ്റ് നെറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക്. ഈ ഇൻഫ്ലിബിറ്റ് നെറ്റ്വർക്ക് ഒരു വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതായത് വൺ നേഷൻ വൺ കണ്ടന്റ്, അതായത് ഒരു രാഷ്ട്രം ഒരു പാഠ്യപദ്ധതി എന്ന് പറയുന്ന ഒരു പുതിയൊരു ഐഡിയ ഈ കൊറോണ കാലത്ത് ഇൻഫ്ലിബിറ്റ് നെറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യം മുഴുവൻ ഒരൊറ്റ പാഠ്യപദ്ധതി എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് ഇൻഫ്ലിബിറ്റ് നെറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. CBSEയുടെ കാര്യം പറയുകയാണെങ്കിൽ, CBSE ആദ്യമേ തന്നെ ഇപ്പോൾ ഈ എക്സാമുകൾ എങ്ങനെ നടത്താമുള്ളതിനെ കുറിച്ച് CBSE നമുക്കറിയാം പല ഗൈഡ് ലൈൻസുകളും കൊണ്ടുവരുന്നു. അതുകൂടാതെ ഇത് കഴിഞ്ഞിട്ട് ക്ലാസ്സുകൾ എങ്ങനെ പുനരാരംഭിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചും CBSE ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ UGCയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്ലെൻഡഡ് ഫോം ഓഫ് എഡ്യൂക്കേഷൻ വരാനുള്ള സാധ്യതകളാണ് കൂടുതൽ, അതായത് ഓൺലൈനും ഓഫ്ലൈനും കൂടെ ചേർന്നുകൊണ്ട്. പിന്നെ രണ്ടാമത് സ്റ്റാഗേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതായത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഒരു ക്ലാസ് റൂമിൽ 50 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ 50 വിദ്യാർത്ഥികളെ ഡെയിലി അവർക്ക് വരാത്ത രീതിയിൽ ഇപ്പോൾ ഒരു ദിവസം ഇത്ര കുട്ടികൾ, മേ ബി 15 കുട്ടികൾ, അടുത്ത ദിവസം 15 കുട്ടികൾ, ബാക്കിയുള്ളവർ ഓൺലൈനായിട്ട് പഠിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു സ്റ്റാഗേർഡ് മോഡലിലുള്ള ഒരു എഡ്യൂക്കേഷൻ വരാനും സാധ്യത കൂടുതലാണ്. അതിനുവേണ്ടി കുറിച്ചും CBSE ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അതായത് മാനവ വിഭവശേഷി മന്ത്രാലയം മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ഈ അവസരത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കൂടുതൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ ഡിജിറ്റൽ ലേണിംഗിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് MHRD ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഈ എഡ്യൂക്കേഷൻ ആപ്പുകൾ ഉണ്ടല്ലോ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈജൂസ്, വേദാന്തു, അത് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ആപ്പുകൾ, അൺ അക്കാഡമി, ഇങ്ങനെയുള്ള ആപ്പുകളിൽ കൂടുതൽ ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷൻ, ഇൻവെസ്റ്റ്മെന്റ് വഴി എങ്ങനെ പാർട്ടിസിപ്പേഷൻ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചും MHRD ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മനിർഭർ പാക്കേജ് അനൗൺസ് ചെയ്തു. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിർമ്മലാജി അനൗൺസ് ചെയ്തൊരു പാക്കേജ് ആണ് പ്രധാനമന്ത്രി വിദ്യാ സ്കീം. അതായത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഓൺലൈൻ എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ വിദ്യ, അതായത് എഡ്യൂക്കേഷൻ ത്രൂ ഓൺലൈൻ, അത് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു അനൗൺസ്മെന്റ് നിർമ്മലാജി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ, ഈ കാര്യങ്ങളെല്ലാം
എന്റെ ഓഡിയോ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇടയ്ക്ക് ഒന്ന് കട്ടായി പോയേ. ആ സോറി. അപ്പം ഈ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങൾ. ഒന്ന്, ഇതിനെ മുഖ്യധാരയായിട്ട്, അതായത് ഈ ഓൺലൈൻ എഡ്യൂക്കേഷനെ നമ്മൾ മുഖ്യധാരയായിട്ട് നമ്മുടെ സമൂഹം അംഗീകരിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഓൺലൈൻ പേയ്മെന്റ്സിനെ കുറിച്ചും ക്യാഷ്ലെസ് ട്രാൻസാക്ഷനെ കുറിച്ച് വന്നപ്പോഴും ഇതുപോലൊരു ചോദ്യം വന്നിരുന്നു. എങ്ങനെ ഇതിനെ നമ്മൾ ഒരു മുഖ്യധാര മോഡൽ ആക്കാൻ പറ്റും? ഈ സെയിം ക്വസ്റ്റ്യൻ ഇപ്പോഴും ഉണ്ട്. എങ്ങനെ നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷനെ മുഖ്യധാരയാക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വെല്ലുവിളി. രണ്ട്, നമുക്കറിയാം ഭാരതത്തിന്റെ ഡൈവേഴ്സിറ്റിയും വലിപ്പവും. ഇത്രയധികം ഭാഷകൾ, ഇത്രയധികം സംസ്ഥാനങ്ങൾ, ഇത്രയധികം റിമോട്ട് ആയിട്ടുള്ള വില്ലേജുകൾ, എങ്ങനെ ഇതിനെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രെയിംവർക്ക്, ഒരു പെഡഗോജി ഫ്രെയിംവർക്ക് തയ്യാറാക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വലിയ ചലഞ്ച്. മൂന്നാമത്തേത് അനിൽ സഹസ്രബുദ്ധജി എന്നെ ഇവിടെ പറഞ്ഞു, നമ്മുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് നമുക്കറിയാം ഇന്റർനെറ്റിന്റെ റീച്ച് ഇന്ന് വളരെ കൂടുതലാണ് ഭാരതത്തിൽ, എങ്കിൽ കൂടിയും പല റിമോട്ട് ആയിട്ടുള്ള വില്ലേജുകളിലും ഇന്നും ബ്രോഡ്ബാൻഡിന്റെ അവൈലബിലിറ്റി പ്രോപ്പർ ആയിട്ടില്ല. രണ്ട്, മൊബൈലിന്റെ റീച്ച് പോലും പല റിമോട്ട് ആയിട്ടുള്ള ഗ്രാമങ്ങളിലും വളരെ കുറവാണ്. അത് മാത്രവുമല്ല, ഇന്ന് ഡേറ്റയുടെ റേറ്റ് വളരെ കൂടുതലാണ്. നമുക്കറിയാം ജിയോയുടെയൊക്കെ പാക്കേജ് ഇന്ന് ഒരു ഓൺലൈൻ പാക്കേജിന് വേണ്ടിയിട്ട് എത്ര രൂപ നമ്മൾ ചെലവാക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ആ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു പാക്കേജ് ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വഴി ലഭിക്കണം. അപ്പോൾ നേരത്തെ അനിൽജി പറഞ്ഞതുപോലെ ഒരു സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എങ്ങനെ ഈ വിദ്യാഭ്യാസം എത്തും ഓൺലൈനിൽ എന്നുള്ള ഒരു മൂന്നാമത്തെ വലിയ ചോദ്യം. നാലാമത്തെ ഒരു വലിയ ചോദ്യം, നമ്മുടെ രാഷ്ട്രം ഇപ്പോൾ കൊറോണയാണെങ്കിൽ ശരി ഒരു വലിയൊരു എക്കണോമിക് ബർഡനിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്കണോമിക് ബർഡന്റെ മുകളിലായിട്ട് ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു എക്കണോമിക് ബർഡൻ നമ്മുടെ രാജ്യത്തെ കൊണ്ട് താങ്ങാനാകും എന്നുള്ള നാലാമത്തെ വലിയ ചോദ്യം. അങ്ങനെ ഇരിക്കെങ്കിലും എനിക്കൊരു രണ്ട് മൂന്ന് സെഷൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കാം. പിന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നേരത്തെ പറഞ്ഞു എങ്ങനെ ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് എത്തിക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ആണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. കൂടുതൽ ബ്രോഡ്ബാൻഡ് സർവീസുകൾ എത്തിക്കണം. പിന്നെ പ്രൈവറ്റ് പ്ലെയേഴ്സുമായിട്ട് ചേർന്നുകൊണ്ട് ഡേറ്റയുടെ കോസ്റ്റുകൾ കുറയ്ക്കണം. കഴിയുമെങ്കിൽ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഡിവൈസ് എത്തിക്കാനുള്ള ശ്രമം നടത്തണം. ഇത് ഗവൺമെന്റ് മാത്രമല്ല, മറ്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ശ്രമിക്കണം. അവരുടെ CSR ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം എല്ലാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്കും 2% CSR കൊടുക്കണം. ആ CSR എന്തുകൊണ്ട് അവർ ഇതുപോലുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇതുപോലൊരു സ്മാർട്ട് ഡിവൈസസ് എത്തിക്കാൻ ശ്രമിച്ചുകൂടാ എന്നുള്ള എന്റെ ആദ്യത്തെ സെഷൻ. രണ്ട്, ഈ ബ്ലെൻഡിങ് ലേണിംഗ് എന്ന് നമ്മൾ പറഞ്ഞു, അതായത് ബ്ലെൻഡഡ് ആയിട്ടുള്ള ലേണിംഗ്, ഓൺലൈനും ഓഫ്ലൈനും ചേർന്നുകൊണ്ടുള്ള ഒരു ലേണിംഗ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം, ഒരു മോഡൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത്. അതിനെക്കുറിച്ച് ഗവൺമെന്റ് എക്സ്പേർട്സുമായിട്ട് സംസാരിച്ച്, സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിച്ച്, കോളേജുകളുമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും മാനേജ്മെന്റുകളായിട്ട് സംസാരിച്ച് ഒരു നല്ല മോഡൽ ഉടനെ തന്നെ തയ്യാറാക്കണം എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ ആശയം. മൂന്ന്, ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി AR, അതുപോലെ തന്നെ വെർച്വൽ റിയാലിറ്റി VR എന്ന് പറയുന്ന ഹൈ എൻഡ് ടെക്നോളജി എങ്ങനെ വിദ്യാഭ്യാസത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇന്ന് തന്നെ നമുക്കറിയാം, ഇപ്പൊ ഇന്റർനെറ്റ് ആയിക്കൊള്ളട്ടെ, TV ആയിക്കൊള്ളട്ടെ, ആ എഡ്യൂക്കേഷൻ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഞാൻ ഇരുന്നുകൊണ്ട് ആരുടെയോ ലെക്ചർ കേൾക്കും, അതിന് പകരം ഒരു 2-way കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള പുതിയ ടെക്നോളജികളെ കുറിച്ച് പഠിക്കാനും അതിന് തയ്യാറാക്കാനും ഗവൺമെന്റും പ്രൈവറ്റ് ഓർഗനൈസേഷൻ തയ്യാറാവണം. അതിൽ വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി പോലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് പല മെഡിക്കൽ കോളേജുകളും, വിദേശത്തുള്ള പല മെഡിക്കൽ കോളേജുകളും ഇപ്പോൾ ലാബുകൾ, വെർച്വൽ ലാബുകൾ പോലും തയ്യാറാക്കുന്നു. അതായത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മോഡലിലുള്ള ലാബുകൾ പോലും തയ്യാറാക്കി അതിൽ കൂടി വരെ വെർച്വലായിട്ട് പഠിപ്പിക്കാൻ പോലും കാര്യങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ആയിട്ടുള്ള VR-ഉം AR-ഉം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കണം. മൂന്നാമത്തേത്, ഒരു ലീഗൽ ഫ്രെയിംവർക്ക് കൊണ്ടുവരണം ഭാരതത്തിൽ ഉടനെ തന്നെ. കാരണം പല പ്രൈവറ്റ് കമ്പനികളും വിദേശത്തു നിന്നും ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ മേഖലയിൽ കടന്നു വരികയാണ്. ഇപ്പൊ ഗൂഗിളിന്റെ ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്തു. കോഴ്സെറ എന്ന് പറയുന്ന അമേരിക്കയുടെ വലിയൊരു കമ്പനി ഇപ്പോൾ ഭാരതത്തിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇവരെ നമ്മൾ എങ്ങനെ റെഗുലേറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഉടനെ തന്നെ കൊണ്ടുവരും. നാലാമത്തെ അവസാനത്തെയും ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അധികവും ലേണിംഗ് റീജിയണൽ ലാംഗ്വേജിലാണ്. ഇപ്പോൾ കേരളത്തിലെ കുട്ടികളാണെങ്കിൽ മലയാളത്തിൽ കൂടുതൽ പഠിക്കുന്നു, തമിഴ്നാട്ടിൽ തമിഴ് പഠിക്കുന്നു. അപ്പോൾ റീജിയണൽ ലാംഗ്വേജുകളിൽ കണ്ടന്റുകൾ കൂടുതൽ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരുകളും ഈ സംസ്ഥാനത്തുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുന്നിട്ടിറങ്ങണം. ഇതാണ് എന്റെ നാലാമത്തെ സജഷൻ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനി അടുത്ത ചോദ്യം അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അധികം പോയിന്റുകൾ എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് കരുതുന്നത്. സമയത്തിന്റെ കുറവ് മൂലം കൂടുതൽ പോയിന്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. താങ്ക് യു അനൂപ് ജി. ചുരുങ്ങിയ സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ
പറഞ്ഞു പോയി, ഡെപ്ത് അല്ലെങ്കിൽ പോലും. ഇനിയിപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനാണ്. ഡൗട്ടുകൾ ചോദിക്കാനുള്ളവർ അല്ലെങ്കിൽ സജഷൻസ് ഉള്ളവർക്ക് സംസാരിക്കാവുന്നതാണ്. വൈകുന്നേരം മലയാളം ഇല്ലേ? സംസാരിക്കേണ്ട ഒരു ഹാൻഡ് റൈസ് ചെയ്താൽ മതി. സംസാരിക്കാം. പറഞ്ഞോളൂ. അല്ല, നമുക്ക് ഇതിപ്പം പലതും ഗവൺമെന്റ് അല്ലെങ്കിൽ അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടതാണ്. ഇത് നമുക്ക് ചില NGOs അല്ലെ അതുപോലുള്ള ചില നാട്ടിൻപുറങ്ങളിലുള്ള കൊച്ചു സംഘടനകൾക്ക് ഇതിനകത്ത് ഏത് തരത്തിൽ ഇത് കാര്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റും? പറയട്ടെ, ഞാൻ കേട്ടായിരുന്നോ? ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് അനിൽ സഹസ്രബുദ്ധേജി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, അതായത് പല മെക്കാനിസവും ഗവൺമെന്റുകളായാലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളായാലും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്വയം എന്ന് പറയുന്ന പോർട്ടലിനെ കുറിച്ചാണെങ്കിൽ പോലും ഒരു അവയർനെസിന്റെ കുറവ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഓർഗനൈസേഷൻസ്, അതായത് ഇപ്പൊ നാട്ടിൻപുറത്തായിക്കൊള്ളട്ടെ എവിടെയുള്ളതായിക്കൊള്ളട്ടെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു NGO-കളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷനായിട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പൊ പരദേശൻ മണ്ഡൽ പോലുള്ള ഓർഗനൈസേഷൻസ് ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള ഗവൺമെന്റിന്റെ മെക്കാനിസത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ്, അതായത് ഇപ്പൊ സ്വയം എന്ന് പറയുന്ന പോർട്ടലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത്രയും വലിയ പോപ്പുലേഷൻ ഉള്ള രാജ്യത്ത് ഇതുവരെ 6 ലക്ഷത്തിൽ പരം ആളുകൾ മാത്രമാണ് ഈ സ്വയം എന്ന് പറയുന്ന പോർട്ടലിൽ എഡ്യൂക്കേഷൻ നേടിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് നേടി. അതുകൊണ്ട് ഇത് 6 കോടി ആയിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് 60 ലക്ഷം ആയിക്കൂടാ? അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഗവൺമെന്റ് മാത്രമല്ല ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് നമ്മൾ ജനങ്ങളും സമൂഹവും. കാരണം ഭാരതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗവൺമെന്റിനെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഒരു സമൂഹത്തിന് വലിയൊരു റോളുണ്ട്. അപ്പോൾ സമൂഹം ഇതിൽ കൂടുതൽ പ്രൊയാക്റ്റീവായിട്ട് ഇറങ്ങി ഇങ്ങനെയുള്ള ഗവൺമെന്റിന്റെ മെക്കാനിസത്തിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ ബോധവൽക്കരണവും അവയർനെസ്സും നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഒരു കാര്യം കൂടെ ഇതിനകത്ത് ചേർത്തുകൊണ്ട്, അപ്പോൾ നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ പോലും ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള കമ്പനീസ്, ഇൻഫോ പാർക്കിലൊക്കെ ആണെങ്കിൽ പോലും ഒത്തിരി ഉണ്ട്, നിരവധി കമ്പനികളുണ്ട് ഇപ്പോൾ ടെക്നോളജിയുമായിട്ട് വർക്ക് ചെയ്യുന്ന. അപ്പോൾ കൂടുതൽ ടെക്നോളജികൾ ഇപ്പൊ തന്നെ നമുക്കറിയാം. നമ്മൾ ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നു, ഇത് സിസ്കോയുടെ പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ നമ്മൾ സൂമിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നു, അത് ചൈനയുടെ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് എന്തുകൊണ്ട് ഭാരതത്തിൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്തു? നമ്മുടെ ഇപ്പം നേരത്തെ തന്നെ രാധാകൃഷ്ണൻ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഭാരതത്തിലെ കമ്പനികൾ, നമ്മുടെ ചെറുപ്പക്കാർ, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒത്തിരി IT പ്രൊഫഷൻസ് ഉള്ള നാടാണ് കേരളത്തിലെ. നമുക്ക് എന്തുകൊണ്ട് ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ്, ചെറിയ പ്ലാറ്റ്ഫോംസ് ആയിക്കൊള്ളു തയ്യാറാക്കിക്കൂടാ? നമുക്ക് വലിയ കോഴ്സുകൾ നടത്തുന്ന വലിയ പ്ലാറ്റ്ഫോം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയ കോഴ്സുകൾ നടത്തുന്ന ഇതായിക്കൊള്ളട്ടെ, എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടാ? അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ഇനിഷ്യേറ്റീവ് സമൂഹത്തിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് എന്റെ രണ്ടാമത്തെ അഭിപ്രായം. അനൂപ്ജി അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നേഷൻ ഫസ്റ്റ് ഈ acharya.online.com എന്ന് പറഞ്ഞ നമ്മുടെ LMS ഇപ്പം നമ്മൾ രാഷ്ട്രീയ തുടക്കം പറഞ്ഞു നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി എങ്ങനെ ആളുകൾക്ക് പഠിക്കാം. ഇപ്പം അതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് ട്യൂഷൻ സെൻറ്ററുകൾക്ക് ഇപ്പം അവർക്ക് ട്യൂഷൻ എടുക്കുന്നവർക്ക്, ചെറിയ ട്യൂഷൻ എടുത്ത് ചെയ്തിരുന്നവർക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ്, അങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം ഇനിയും ചിലപ്പോൾ ഒരു പക്ഷേ ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡ് വരുവാണെങ്കിൽ, ഇനിയും കുറേ കൂടി അങ്ങോട്ട് ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഇവരുടെ റവന്യൂ മോഡലിനെയൊക്കെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നേഷൻ ഫസ്റ്റ് മുൻകൈ എടുത്ത് തന്നെ ഇങ്ങനൊരു acharya.online.com എന്ന് പറഞ്ഞൊരു LMS നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് എത്രത്തോളം നമുക്ക് എല്ലാ തലങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പറഞ്ഞോളൂ. ഈ ഉണ്ണികൃഷ്ണൻജി പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ. ഈ
ഗ്രാമങ്ങളിലേക്ക് ഇത് റീച്ച് ചെയ്യുക, ഇ ലേണിംഗ് റിസോഴ്സസ് റീച്ച് ചെയ്യാനുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റിന് ചെയ്യാവുന്ന ഒരു പ്രായോഗികമായ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസസുകളിലെല്ലാം ഒരു ഫുൾ ഫ്ലെഷ്ഡ് ഇ ലൈബ്രറി, ഇ ലേണിംഗ് റിസോഴ്സ് സെന്റർ സ്ഥാപിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഗ്രാമങ്ങളില് ഈ ഓരോ വീടുകളിലും ഈ ലേണിംഗ് ഫെസിലിറ്റി റീച്ച് ചെയ്യുന്ന അതിന് മുമ്പായിട്ട് ഒരു ഇന്റർവീം അറേഞ്ച്മെന്റ് ആയിട്ട് ഈ ഒരു പോസ്റ്റ് ഓഫീസ് ഇ ലേണിംഗ് റിസോഴ്സ് സെന്റർ സ്ഥാപിക്കപ്പെട്ടാൽ ഈ വലിയൊരു മാറ്റം നമുക്കുണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അനൂപ് ജി, അത് പിന്നെ ഒരു പോളിസി മാറ്റർ ആണ്, അത് ഡിസ്കസ് ചെയ്യാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കൃഷി പറഞ്ഞത് നല്ല ആശയമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് നല്ലൊരു വലിയൊരു പോസ്റ്റ് ഓഫീസ് നെറ്റ്വർക്ക് ഉണ്ട്, വർഷങ്ങളായിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് നെറ്റ്വർക്ക് ഉണ്ട്. ഇനി പോസ്റ്റ് ഓഫീസ് നെറ്റ്വർക്കുകളിൽ സ്വാഭാവികമായിട്ടും ഒരു നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഏത് ഗ്രാമത്തിൽ ചെന്നാലും പോസ്റ്റ് ഓഫീസ് ഒരു കൊള്ളാവുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. പിന്നെ കൂടാതെ ഒരുമാതിരിപ്പെട്ട എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ പോസ്റ്റ് ഓഫീസുകളിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ഐഡിയ. അതെ അതെ, നല്ലൊരു അതൊന്ന് ഷെയർ ചെയ്യണം, നാഷണൽ ലെവലിൽ തന്നെ ഷെയർ ചെയ്യപ്പെടണം. തീർച്ചയായും തീർച്ചയായും. Anybody else? ഒരു കാര്യം കൂടി ചോദിച്ചു, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഈ ഹലോ അല്ല നമ്മളുടെ ഈ എഡ്യൂക്കേഷൻ കരിക്കുലം ഫിക്സ് ചെയ്തിട്ടുള്ളതേ. ഹലോ, പറഞ്ഞോ കേൾക്കാം. കേൾക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു നമ്മുടെ ബേസ് ചെയ്ത് നമ്മൾ ഈ കരിക്കുലം ഫിക്സ് ചെയ്യണമെന്നുള്ള എനിക്കൊരു അഭിപ്രായമാണ്. കാരണം പലതും നമ്മളെ വേദങ്ങളിലും പുരാണങ്ങളിലും ഇല്ലാത്ത ഒന്നും ഇല്ല. പക്ഷെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇതിൽ നിന്നൊക്കെ മാറി വേറൊരു തരമാണ് പോകുന്നത്. ഇത് നമ്മളുടെ ഈ വിദ്യാഭ്യാസ രീതിയെ ബാധിച്ചിട്ടില്ല. നമുക്കത് തിരിച്ചൊന്ന് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കുറേശ്ശെങ്കിലും ഇതിന്റെ കൂടെ നടന്ന് പോകുമോ? അതിനുള്ള ഒരു സാധ്യത കാലകാലങ്ങളായിട്ട് രാജഗോപാൽജി പറയുന്ന നല്ലൊരു പോയിന്റ് ആണ്. കാലകാലങ്ങളായിട്ട് നമ്മൾ തന്നെ, അതായത് ഒരു ഭാരതീയ വേ ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ തന്നെ സംഘടനകൾ പലതും ഒരു ഭാരതീയ വേ ഓഫ് എഡ്യൂക്കേഷൻ ടാർഗറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് പോളിസി ലെവലിൽ പോലും പല ചർച്ചകളും നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊരു ചലഞ്ചിനെ നമ്മൾ എങ്ങനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റും എന്നുള്ളതാണ്. നമുക്ക് കാലാകാലങ്ങളായിട്ട് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്കൂളിൽ പോയി ഒരു പർട്ടിക്കുലർ NCERT തയ്യാറാക്കിയിട്ടുള്ള ഒരു കരിക്കുലം അനുസരിച്ച് CBSEയുടെ ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് എക്സാം നൽകിക്കൊണ്ട് ഒരു മെക്കാനിസം. നമുക്കിപ്പോൾ ഈ ഡിസ്റപ്ഷൻ കൊണ്ട് ആ മൊത്തം മെക്കാനിസത്തെ എന്താ പറയുക പൊളിച്ചെഴുതാൻ പറ്റിയ ഒരു അവസരമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു പൊളിച്ചെഴുത്തിന്റെ അവസരത്തിൽ എന്തുകൊണ്ട് ഈ കണ്ടന്റ്, ഞാൻ ആദ്യം പറഞ്ഞു കണ്ടന്റിലേക്ക് അധികം കിടക്കുന്നില്ല എന്ന് പറഞ്ഞു, ഞാൻ പെഡഗോജിയെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ഈ കണ്ടന്റ് ഭാഗത്ത് നമുക്ക് ഈ ഒരു മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും മെത്തേഡ്സ് മാറുമ്പോൾ കണ്ടന്റിന്റെ രീതികളും മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൺലൈനായിട്ട് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാളും വീഡിയോ ബേസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ ഗ്രാഫിക്സ് ബേസ്ഡ് ആയിട്ടും ആയിരിക്കും കണ്ടന്റ് വരുന്നത്. അപ്പോൾ ആ കണ്ടന്റിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഭാരതീയ വേ ഓഫ് എഡ്യൂക്കേഷൻ പെടുത്താൻ ശ്രമിക്കണം. അത് കേന്ദ്രത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അധികാരികളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സംഘടന ആയിക്കോട്ടെ അവരുടെ മനസ്സിൽ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഉറപ്പ്. എന്നിരുന്നാൽ കൂടിയും നമ്മളുടെ വഴിയും നമ്മൾ ഈ പോയിന്റ് അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഹലോ, മറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെയും കൂടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നില്ല. മൈക്ക് അൺമ്യൂട്ട് ചെയ്യുമ്പം ഏതോ മൈക്ക് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരുടെയും കൂടെ അൺമ്യൂട്ട് ചെയ്യാത്തത്. അപ്പോൾ ഒന്നെങ്കിൽ ഇതിൻ്റെ അണ്ടറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അടുത്തത് നമ്മളോട് ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് രാഷ്ട്രീയ സംസാരിക്കുന്നതാണ്. രാഷ്ട്രീയ നമസ്കാരം. ഇപ്പോ നമ്മുടെ അനൂപ് ജി
അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. അപ്പൊ തീർച്ചയായും ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട് എഡ്യൂക്കേഷൻ സെഗ്മെന്റ്സിൽ തന്നെ. അപ്പൊ തീർച്ചയായും നമ്മുടെ ഈ ആചാര്യ .com എന്ന നമ്മുടെ ഈ പുതിയ സംവിധാനം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് ഈ അനൂപ്ജിയുടെ സംസാരത്തിന് മുമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആചാര്യ .com എന്നുള്ള സംവിധാനം, ആ പ്ലാറ്റ്ഫോം നമുക്ക് വലിയ അതൊരു പരിപാടികൾ, പുതിയ പഠനങ്ങൾ എല്ലാം നമ്മുടെ നാഷണൽ ഫസ്റ്റിന്റെ എല്ലാ ജില്ലകളിലും ഇത് ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. നേരത്തെ പറഞ്ഞ പോലുള്ളൊരു ഓൺലൈൻ പ്രൊമോഷൻ വളരെ വേഗതയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഓൺലൈൻ പ്രൊമോഷൻ എന്നുള്ള നിലക്ക് തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് കാർഷിക രംഗവും മറ്റെല്ലാ രംഗങ്ങളും ഇപ്പൊ MSME ഒക്കെ ഒരുപാട് ബാധിക്കാൻ പോകുന്നൊരു സംസ്ഥാനമാണ് കേരളം. കാരണം ധാരാളം NRIs തിരിച്ചു വരുമ്പോൾ അവർക്ക് ഇതൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാ ജില്ലകളിലും ഈ നമ്മുടെ ഈ ആചാര്യ .comന്റെ ഭാഗമായിട്ട് പരിപാടികൾ നമുക്ക് സംബന്ധിപ്പിക്കാൻ സാധിക്കും. ഈ നേരത്തെ ഈ വിഷയത്തെക്കുറിച്ച്, വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് സംസാരിച്ച അവിടുന്ന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കണം. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമുക്ക് ഒരുപാട് കേരളം അല്ലെങ്കിൽ നമ്മുടെ ഈ നാഷണൽ ഫസ്റ്റിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം രൂപേഷ്, എനിക്ക് തോന്നിയത് ഇപ്പൊ ഇവിടുന്ന് ധാരാളം ക്വസ്റ്റ്യനുകൾ വന്നിട്ടില്ലെങ്കിൽ നാഷണൽ ഫസ്റ്റിന്റെ ജില്ലകളിൽ ക്വസ്റ്റ്യൻ ശേഖരിക്കുക, ആ ക്വസ്റ്റ്യൻസ് അനൂപ്ജിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം നാഷണൽ ഫസ്റ്റിന്റെ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് കോർഡിനേഷൻ ടീമിലും ഇത് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ധാരാളം ആളുകൾക്ക് അതിന്റെ ഗുണപ്രദമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചും കൂടി അതൊന്ന് ഓർഗനൈസ് ചെയ്യാൻ നന്നായി ഇരിക്കും എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അനൂപ്ജി, നമുക്ക് വൈൻഡ് ചെയ്താലോ? തീർച്ചയായും രാധാകൃഷ്ണൻ പറഞ്ഞ പോയിന്റിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു. അതായത് ഈ ആചാര്യ ഓൺലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു മാധ്യമമാണല്ലോ തുറന്നു കൊടുക്കുന്നത് കേരളത്തിലെ ആളുകൾക്ക് വേണ്ടി. അപ്പോൾ അതിൽ കണ്ടന്റ് നമുക്ക് പല ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളിലും IIT-കളുടെ വെബ്സൈറ്റുകളിൽ ഒക്കെ വളരെ ഈസി ആയിട്ട് കണ്ടന്റ് ലഭ്യമാണ്. അപ്പോൾ ആ കണ്ടന്റുകളെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ഈ വെബ്സൈറ്റുമായിട്ടുള്ളത്, അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു പഠനം അല്ലെങ്കിൽ ഒരു നടത്തണം, പ്ലാനിങ് നടത്തണം. നിരവധി കണ്ടന്റ് അവൈലബിൾ ആണ്. അത് അഗ്രികൾച്ചർ ആയിക്കൊള്ളട്ടെ, ഇപ്പം രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ എല്ലാ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല കണ്ടന്റ്, അത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിക്കും എല്ലാ ലെവലും സ്കൂൾ മുതൽ PG വരെയുള്ള ഡോക്ടറൽ പ്രോഗ്രാം വരെയുള്ള കണ്ടന്റുകൾ അവൈലബിൾ. ശ്രദ്ധിക്കാം. നമ്മുടെ ഈ പ്രോഗ്രാമിന് ഔദ്യോഗികമായിട്ട് നന്ദി പറയാൻ വേണ്ടിയിട്ട് നേഷൻ ഫസ്റ്റിന്റെ ആലപ്പുഴ ജില്ലാ കൺവീനറായിട്ടുള്ള ശ്രീ അനൂപ്ജിയെ ക്ഷണിച്ചോളൂ. നമസ്കാരം. വളരെ നല്ല 2 സെക്ഷനായിരുന്നു കഴിഞ്ഞത്, വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ ഇനി ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചർച്ചയിൽ അധ്യക്ഷവാദം അലങ്കരിച്ച BJPയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റായ പ്രകാശ് ബാബു, അദ്ദേഹത്തിന്റെ എന്റെയും നേഷൻ ഫസ്റ്റിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തത് നമ്മുടെ ഇത് നല്ലൊരു സെഷനും ഉദ്ഘാടന ഇനാഗുറൽ സ്പീച്ച് നടത്തിയ AICT ചെയർമാൻ ഡോക്ടർ അനിൽ സഹസ്രബുദ്ധെ, അദ്ദേഹത്തിന് എൻ്റെ നന്ദിയും കടപ്പാടും എൻ്റെ നാഷണൽ ഫസ്റ്റിന്റെ പേരിലുള്ള എല്ലാ കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത ഈ വിഷയം, ഇതിനെക്കുറിച്ച് ഒരു വിഷയം അവതരിപ്പിച്ച അനൂപ്ജി യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് നേഷൻ ഫസ്റ്റിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ചർച്ചയിൽ ആമുഖ പ്രഭാഷണം നടത്തിയ രാധാകൃഷ്ണൻ ജി നേഷൻ ഫസ്റ്റിന്റെ ചെയർമാനാണ്. അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇതിൽ മോഡറേറ്റ് ആയിട്ട് പ്രവർത്തിച്ച രൂപേഷ് ചേട്ടൻ, നാഷണൽ ഫസ്റ്റിന്റെ സ്റ്റേറ്റ് കൺവീനർ, അദ്ദേഹത്തിന് എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത അരുൺ മാസ്റ്റർ, അതുപോലെ ഇതിൽ ശ്രമിച്ചുകൊണ്ടിരുന്ന ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രോഗ്രാം വേണ്ടിയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.